വെറുതെ പ്രകോപിപ്പിക്കാൻ നിൽക്കണ്ട. പ്രകോപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? പാകിസ്ഥാൻ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കനത്ത തിരിച്ചടി തന്നെ നൽകിയിരിക്കും. പാകിസ്ഥാൻ സൈനിക മേധാവി, ഏതാ രണ്ടും കണക്കാണെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ വിവാദപരമായ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി വീഴ്ചിരിക്കുകയാണ് ഇന്ത്യ. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പരാജയങ്ങൾ മറക്കാൻ, സ്വന്തം ജനതയ്ക്ക് മുൻപിൽ സ്വന്തം പരാജയങ്ങളും സ്വന്തം ഉത്തരവാദിത്തങ്ങളും മറക്കുവാൻ വേണ്ടിയാണ്, ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്ക് അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഒരു വിവാദ പ്രസ്താവനകൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും അവരുടെ കുറെ ഭരണകർത്താക്കളും നടത്തുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. അത് മാത്രമല്ല, ഇവർക്ക് ഒരു ഇന്ത്യയെ നേരിടാനുള്ള ഒരു ശക്തിയൊന്നും ഇവർക്കില്ല. അല്ലാതെ വെറുതെ പ്രകോപനപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അർഹിക്കുന്ന തിരിച്ചടി പലപ്പോഴും നൽകിയിട്ടുണ്ട്. ഇനി നൽകാൻ പോകുന്ന തിരിച്ചടികൾ മുഴുവൻ നിങ്ങൾ ഒരിക്കലും താങ്ങില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പാകിസ്ഥാൻ ഇത് എന്തിന്റെ വലിയ കേടാണ്? ചൈനയെ കണ്ടിട്ടാണോ കളിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ കണ്ടിട്ടാണോ കളിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ മോനും മരുമോന്റെ കമ്പനിയായ ബിറ്റ്കോയിൻ ഡീൽ ചെയ്യുന്ന കമ്പനിയായ, അതായത് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് പാകിസ്ഥാൻ സർക്കാരുമായി കരാർ ഒപ്പിട്ടിട്ട് സൗത്ത് ഏഷ്യയിലെ അതിന്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഹബ്ബ് പാകിസ്ഥാനായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കരാർ ഒപ്പിച്ചു കൊടുത്ത അസിം മുനീറാണ്. അതിന്റെ നന്ദി പോയി പാകിസ്ഥാനിൽ പോയിരുന്ന് കാണിച്ചാൽ മതി. വെറുതെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നിന്നാൽ, പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാൻ താങ്ങത്തില്ല മക്കളെ എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോകത്തിന്റെ പകുതി മുക്കാലും കൊണ്ട് പോകും എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് സ്റ്റോക്ക്ഹോം വേൾഡ് പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് പാകിസ്ഥാന് 170 ആണവ പോർമുനകൾ ഉണ്ടെങ്കിലും പാകിസ്ഥാനെ ലോകത്തിന്റെ പകുതി പോയിട്ട് മുഴുവനും പോലും ആക്രമിക്കുക, അതായത് വടക്കേ യൂറോപ്പ് പോലും അല്ല, പടിഞ്ഞാറൻ യൂറോപ്പും വടക്കേ അമേരിക്ക പോലും എത്തുവാനുള്ള ഒരു പ്രഹരശേഷിയുള്ള മിസൈൽ ഇല്ല. അതുകൊണ്ട് വെറുതെ ഈ ഭീഷണിയൊക്കെ വെറുതെയാണ്. വേണമെങ്കിൽ അയൽ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാം, പക്ഷെ ഇന്ത്യയിലൊന്നും ആക്രമിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും നിൽക്കില്ല. നിന്നാൽ പാകിസ്ഥാൻ അറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഈ ഭൂലോകത്തിൽ ഉണ്ടാകില്ല എന്ന് അവർക്ക് കൃത്യമായും വ്യക്തമായും അറിയാം. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രസ്താവന ഇറക്കുന്നത്? വേറൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യവും പാടെ തകർന്നിരുന്നു, പാടെ പരാജയപ്പെട്ടിരുന്നു. ഈ പരാജയം പക്ഷേ മറക്കണ്ടേ, അല്ലെങ്കിൽ ഈ പരാജയത്തിന്റെ കാരണങ്ങൾ ജനങ്ങൾ ഓർക്കാതിരിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ ചിന്തയും അവരുടെ ഒരു ഇതൊക്കെ മാറ്റിവിടണ്ടേ? അതായത് ശ്രദ്ധ തിരിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അയാളുടെ സൈനിക മേധാവി ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, സൈനിക മേധാവി മാത്രമല്ല, അവരുടെ പല രാഷ്ട്രീയ നേതാക്കളടക്കം ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കെതിരെ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ മറ്റേ സിന്ധു നദീ ജല പദ്ധതി എങ്ങാൻ നിർത്തിക്കഴിഞ്ഞാൽ, ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ 10 ബോംബിട്ട് തകർക്കുമെന്നൊക്കെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം. ഈ ഇടയ്ക്കത്ത് പാകിസ്ഥാൻ ഒരു എന്തോ റോക്കറ്റ് യൂണിറ്റ് രൂപീകരിക്കുകയുണ്ടായി എന്ന് മാധ്യമ വാർത്തകൾ കാണാൻ കഴിഞ്ഞു. അത് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടിയിൽ തകർന്നു പോയത് കൊണ്ട് ഇനി അത്തരം തിരിച്ചടികളെ പ്രതിരോധിക്കാൻ വേണ്ടിയൊക്കെ എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ടിരുന്നത്. അപ്പോൾ കനത്ത തിരിച്ചടി കിട്ടിയെന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി സമ്മതിച്ചു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളുടെ വ്യോമത്താവളം തകർന്നെന്നൊക്കെ സമ്മതിച്ചു. ശരിക്കും പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടിയെന്ന് അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ ഇന്ത്യയെ പ്രതിരോധിച്ചു, ഇന്ത്യയെ തിരിച്ചടിച്ചു, വിജയം പാകിസ്ഥാന്റെ ഇതാണ് എന്നൊക്കെ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പാക് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സത്യം, അതായത് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ പ്രസ് മീറ്റ് കണ്ടാൽ കൃത്യമായി ഇന്ത്യ പത്രക്കാരുടെയും അതായത് ലോക രാജ്യങ്ങളുടെ മുൻപിൽ നാം എന്താണ് ചെയ്തത്, എന്തൊക്കെയാണ് നശിപ്പിച്ചത്, എത്ര മിനിറ്റ് എടുത്തു എന്നൊക്കെ കൃത്യമായി ബ്രീഫ് ചെയ്യുകയുണ്ടായി. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അവരുടെ പ്രതിനിധികൾക്കോ ഇതിനൊന്നും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കനത്ത നാശമായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറെ, നിങ്ങളുടെ മുമ്പ് നേരത്തെ കുറെ സൈനിക മേധാവികൾ ഉണ്ടായിരുന്നു, പർവേഷ് മുഷറഫ് അടക്കമുള്ള ആളുകൾ. ഒരു കാർഗിൽ യുദ്ധത്തിലായിട്ട് ഇന്ത്യയുടെ ചതിച്ച് കാർഗിൽ യുദ്ധം ഉണ്ടാക്കിയ ആളുകളാണ് അത് നിങ്ങൾ. എന്നിട്ട് എന്തായി? ഇന്ത്യയുടെ തിരിച്ചാക്രമണം തകർന്നു പോയില്ലേ? 71 യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? 1.5-2 ലക്ഷത്തോളം പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയില്ലേ?
ഇനിയും ഉണ്ട് ഉദാഹരണങ്ങൾ, പറഞ്ഞാൽ തീരില്ല. അതായത് സൈനിക ബലത്തിലായാലും മറ്റെന്തു ശേഷിയിലായാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയോട് കിടപിടിക്കാൻ ഒരിക്കലും എത്തില്ല. പിന്നെ ഇത്തരം പ്രസ്താവനകൾ ഇറക്കി ഒരു കാര്യമില്ല. വെറുതെ പ്രകോപിപ്പിക്കാൻ നിൽക്കേണ്ട. പ്രകോപിപ്പിച്ചാൽ കനത്ത തിരിച്ചടി തന്നെ നൽകും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യ വക്താവ്. അപ്പോ ഈ ഒരു വാർത്താ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ഇത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ തോന്നി. അതായത് അടിച്ചാൽ കൃത്യമായി തിരിച്ചടിച്ചിരിക്കും, 100 ഇരട്ടിയായി തിരിച്ചടിക്കുമെന്നുള്ള കൃത്യമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു സന്തോഷം തോന്നിപ്പോയി. ആ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളൂ. ഇത്തരം കുഞ്ഞു വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കഴിവതും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ.